ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത, തിരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോകുന്ന 6 സംസ്ഥാനങ്ങളിൽ ബീഹാർ, ആസാം, വെസ്റ്റ് ബംഗാൾ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ വീടുകൾ തോറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്താൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഒളിഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശികളെയും തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക വ്യാജമായി നിർമ്മിച്ച ആൾക്കാരെയും കണ്ടുപിടിക്കാനാണ് ഈ തീരുമാനം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം തുടങ്ങുകയാണ്. ഈ രേഖകൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ വീട് തോറുമുള്ള പരിശോധന ആരംഭിച്ചതിന് ശേഷം മറ്റ് 5 സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള പ്രചാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കും. ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബീഹാറിലേതുപോലെ മറ്റ് 5 സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനായി വീട് വീടാന്തരം പോകാൻ കമ്മീഷൻ തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ വൃത്തങ്ങൾ പറയുന്നത്. ബീഹാറിന് ശേഷം അടുത്ത 5 വർഷം തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി, കേരളം എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. 5 സംസ്ഥാനങ്ങളെയും തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. വോട്ടർമാർ സ്ഥിരീകരണ സമയത്ത് ജനന തീയതിയും ജനന സ്ഥലവും സംബന്ധിച്ച രേഖകൾക്കൊപ്പം ഒരു പ്രഖ്യാപനവും സമർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വോട്ടർ പട്ടികയിലെ പേരുകൾ പരിശോധിക്കുന്നതിനായി വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ ആരംഭിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളും പോരായ്മകളും ഉണ്ടെന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന വസ്തുത കണക്കിലെടുത്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒളിഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും വോട്ടർ പട്ടികയിൽ പേരുള്ള ഇവരെ കണ്ടെത്തി ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇവരെ പിടിച്ച് പുറത്താക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രചാരണത്തിന്റെ ഭാഗമായി ബംഗാളിൽ നിന്ന് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തരം വോട്ടർമാരിൽ നിന്ന് ജനനത്തീയതിയും ജനനസ്ഥലവും സംബന്ധിച്ച രേഖകൾ തേടും. ഇതോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും അവർ താമസിക്കുന്ന സ്ഥലത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. പരിശോധനയ്ക്ക് ശേഷം വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന രേഖകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.